കേരളം കാത്തിരിക്കുന്ന വലിയൊരു വിജ്ഞാപനത്തിൻ്റെ ഭാഗമായിട്ട് കേരള PSC ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി റിക്രൂട്ട്മെൻറ്റ് ബോർഡായതിനാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ 7ാം ക്ലാസ് യോഗ്യതയാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പറും മറ്റും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ PSCയിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഒരാൾക്ക് ഈ പറഞ്ഞ ഈ LGSൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കമ്പനി ബോർഡ് നടത്തുന്ന റിക്രൂട്ട്മെൻ്റ് ആയതിനാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കും ഈ പറഞ്ഞ PSCയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് ഡിസംബർ 3 അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രായപരിധി വരുന്നത് 18നും 36നും ഇടയ്ക്കുള്ള ആളുകൾക്കാണ് ഇതിനകത്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ OBC ആളുകൾക്ക് 3 വർഷത്തെ ഇളവും SC/ST ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ 5 വർഷത്തെ ഇളവും ഇതിനകത്ത് കൺസെഷനായി ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ സൈക്കിൾ അറിയാവുന്ന ആളുകൾക്ക് മുൻഗണനയുണ്ട് ഈ അപേക്ഷയിൽ. അപ്പോൾ നിങ്ങൾ PSC രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കടങ്ങന്നൂർ CSC സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് PSCയിൽ അപേക്ഷ കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇതിൽ അതായത് PSCയിൽ വരുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾക്കും PSCയിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ PSCയിൽ രജിസ്ട്രേഷൻ എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ SSLC ബുക്ക്, പിന്നെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇത്രയും സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ PSCയിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും നമ്മുടെ അടുത്ത് കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതാണ്. ഇതിനകത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ സെൻറ്ററിൽ PSC അപേക്ഷ കൊടുക്കാൻ വരുമ്പോൾ ഈ കാറ്റഗറി നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമുക്കിപ്പോൾ ഇതിൻ്റെ ഇടയിൽ 423 2025 നമുക്കറിയാം കാറ്റഗറി നമ്പർ. അപ്പോൾ പല ഒഴിവുകൾ വരുമ്പോൾ കാറ്റഗറി നമ്പർ ആയിരിക്കും നമുക്ക് ഈ വാട്സപ്പ് മീഡിയയിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ യോഗ്യത അനുസരിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് അത് എഴുതി വെച്ച് അതുമായിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡുമായിട്ട് വേണം അക്ഷയ ആയാലും നമ്മുടെ CSC സെൻറ്റർ ആയാലും എത്തുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ PSCയുടെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈ പുതിയ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ PSC 1 ടൈം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ അവരുടെ മൊബൈൽ നമ്പർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചെടുത്ത് കറക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഈ വിലപ്പെട്ട വിവരം നിങ്ങളെല്ലാവരിലും എത്തിക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം ഒരുപാട് തൊഴിലില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, പക്ഷേ നല്ല ക്വാളിഫിക്കേഷനുള്ള ആളുകളും കാണും. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ഒരു ഉപകാരപ്രദമാകട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.